സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ തട്ടം വലിച്ചു കീറുന്ന സംസ്കാരം, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പച്ചക്ക് ആഹ്വാനം നടത്തുന്ന സംസ്കാരം, ദലിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരെ പോലും ജയിലിലടക്കുന്ന സംസ്കാരം. JNU വിദ്യാർത്ഥിനിയും പൊതുപ്രവർത്തകയുമായ ആക്ടിവിസ്റ്റുമായ വംശീയ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കരടായ അഫ്രീന ഫാത്തിമയുടെയും വീട് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളും ലഘുലേഖകളും പോലീസുകാർ പുറത്തെടുത്ത് കാണിച്ചിരുന്നു. അതിലൊരു ലഘുലേഖയുടെ തലക്കെട്ട് അനീതി നിയമമാകുമ്പോൾ പ്രക്ഷോഭം ഉത്തരവാദിത്തമായി മാറുന്നു എന്നതാണ്. ഈ ഒരു ലഘുലേഖ തീർച്ചയായും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. UP-യിൽ ബുൾഡോസർ രാജ് തുടരുകയാണ്. കൂടുതൽ ആളുകൾക്ക് നേരെ കേസെടുത്തുകൊണ്ടിരിക്കുകയും ഇനിയും തകർക്കേണ്ടുന്ന വീടുകളുടെ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയും ലോകം മുഴുവനും പ്രതിഷേധിച്ചിട്ടും എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ ആ പ്രതിഷേധങ്ങൾ ഏശുന്നില്ല എന്ന് പരിശോധിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. UP-യിലെ പോലീസിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഇസ്രയേലുമായി വളരെ ബലിഷ്ഠമായ ഒരു കരാറിൽ, ശക്തമായ ഒരു കരാറിൽ UP ഗവൺമെൻറ്റും ഇസ്രയേലും ഒപ്പുവെക്കുന്നത് ഒരു വാർത്തയായി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ UP-യിൽ നിന്ന് കേൾക്കുന്നത്, ബുൾഡോസർ രാജിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവിയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ പലരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജർമ്മനിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ്. സംഘപരിവാറിന്റെ മാസ്റ്റർ ബ്രെയിനായിരുന്ന മുസോളിനിയുടെ കുട്ടികൾക്ക് സൈനിക പരിശീലനം നൽകുന്നിടത്ത് അദ്ദേഹം ക്യാമ്പ് ചെയ്ത് പഠിപ്പിക്കുകയോ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ബുൾഡോസർ സംസ്കാരം, ബുൾഡോസർ രാജ് ഇസ്രയേലിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും അത് കാണുമ്പോൾ ഇത് പരസ്പരം ബന്ധമുണ്ടെന്നും വംശീയ രാഷ്ട്രീയത്തിൻ്റെ, ഫാഷിസ രാഷ്ട്രീയത്തിൻ്റെ ഒരു ടൂളാണിത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന കാര്യമാണ്, ഇന്ത്യയിൽ റിട്ടയർഡ് ജഡ്ജിമാരൊക്കെയും തന്നെ സുപ്രീം കോടതിയെ ഒരു പരാതി അറിയിക്കുന്നു, അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പ്രവാചക നിന്ദയുടെ ഭാഗമായി ജനാധിപത്യപരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെ വെടിവെച്ചിടുന്നതും, അതേപോലെ തന്നെ പ്രതിഷേധിക്കുന്നവരെ തുറങ്കല്ലടക്കുന്നതും, പ്രതിഷേധക്കാരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതും, ആരായാലും ശരി അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് നമുക്ക് സ്വല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അതിക്രമങ്ങള്, കസ്റ്റഡികള്, വെടിവെച്ച് കൊല്ലല്, ബുൾഡോസർ രാജ്, ഇതൊക്കെയും തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ജനാധിപത്യപരമായ വഴികളിലൂടെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോൾ 16, 21 വയസ്സുമൊക്കെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ നിൽക്കുന്ന, നമ്മുടേതെന്ന് വിചാരിക്കുന്ന നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ ചവിട്ടി നിൽക്കെ നമുക്ക് ചുറ്റുമുള്ള ദേശങ്ങൾ നമ്മുടെ രാജ്യം തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ആശങ്കാജനകമായ, അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
അപകടകരമായ ഈ സാഹചര്യത്തെക്കുറിച്ച് വർഗീയ ഫാഷിസത്തിന്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട് വംശീയ ഉന്മൂലനത്തിന് വിധേയമാകുന്ന മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഒരുപക്ഷെ മുസ്ലിം അവന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവന്റെ വിശ്വാസപരമായ കരുത്തിൽ ഇതിനെ പ്രതിരോധിച്ച് നിന്നേക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ നിൽക്കാൻ സാധ്യമാണോ എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്നത്. എവിടെയാണ് നമ്മുടെ രാജ്യനിവാസികൾ ഉള്ളത്? മതനിരപേക്ഷതയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, ചിന്തകന്മാർ, മാധ്യമ പ്രവർത്തകർ, മാധ്യമങ്ങൾ ഒക്കെ എവിടെയാണുള്ളത്? ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ കേരളത്തിന്റെ തന്നെ ചാനലുകളിലൂടെ കണ്ണോടിച്ചു നോക്കിയപ്പോ UP-യിൽ കലാപത്തിന് വേണ്ടി ശ്രമിച്ചവരെ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ വീടുകൾ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ലോകത്തുടനീളം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും അതിന്റെ ചലനങ്ങൾ എത്രമാത്രം ദുർബലമാണ് എന്നതാണ് നമ്മെ പേടിപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നും നമ്മൾ അറിയണം, UP മുഖ്യമന്ത്രി പറയുന്നത് ഈ സമരത്തിലും പോരാട്ടത്തിലും ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളിലും ഏർപ്പെടുന്നവർക്കെതിരെ രാജ്യ സുരക്ഷാ നിയമമനുസരിച്ച്, ഗുണ്ട ആക്ട് അനുസരിച്ച്, അതല്ലെങ്കിൽ ഗാങ്സ്റ്റേഴ്സ് ആക്ട് അനുസരിച്ച്, അത് UP-യിലെ ഒരു പ്രത്യേകമായ നിയമമാണ്. ആ നിയമമനുസരിച്ച് ജനാധിപത്യപരമായി പൊരുതുന്നവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും അവരുടെ വീടുകൾ തകർക്കുകയും വേണമെന്ന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ നിശബ്ദതയാണ് ഫാഷിസത്തെക്കാളും നമ്മെ ഭയപ്പെടുത്തേണ്ടത്. ഈ നിശബ്ദതയാണ് ഫാഷിസത്തെക്കാളും നമ്മെ ഭയപ്പെടുത്തേണ്ടത്. യഥാർത്ഥത്തില് ഫാഷിസം എന്തൊരു സംസ്കാരത്തെയാണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്? സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ തട്ടം വലിച്ചു കീറുന്ന സംസ്കാരം, മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പച്ചക്ക് ആഹ്വാനം നടത്തുന്ന സംസ്കാരം, ദലിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരെ പോലും ജയിലിലടക്കുന്ന സംസ്കാരം, ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ മുസ്ലിം വംശഹത്യ നടത്തുന്ന സംസ്കാരം, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന 17 വയസ്സുള്ള ജുനൈദിനെ പോലെ പിടിച്ചുകൊണ്ടുവന്ന് അതിക്രൂരമായി തല്ലിക്കൊല്ലുന്ന സംസ്കാരം, മനുഷ്യർ തുല്യരല്ലെന്ന് പ്രഖ്യാപിക്കുന്ന സംസ്കാരം, മനുഷ്യർക്കിടയിൽ തുല്യരാകാൻ സാധ്യമല്ലെന്നും ജന്മം കൊണ്ട് തന്നെ അവർക്കിടയിൽ വ്യത്യാസമുണ്ട് എന്നും അസമ്മത്വത്തെ ധാർമ്മികതയായിട്ട് അത് സിദ്ധാന്തവൽക്കരിക്കുന്ന വൃത്തികെട്ട സംസ്കാരം, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്കിവിടെ സ്വാതന്ത്ര്യത്തിന് അർഹതയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന സംസ്കാരം, ആ ഒരു സംസ്കാരത്തെയാണ് കൾച്ചറൽ നാഷണലിസം എന്ന് വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും വർഗീയ ഫാഷിസം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. മിണ്ടാണ്ടിരിക്കുന്നവർ ഏത് സംസ്കാരത്തിന് വേണ്ടിയാണ് വഴിയൊരുക്കുന്നത് എന്നാലോചിക്കണം. നിശബ്ദമാകുന്നവർ ഏത് സംസ്കാരത്തിന് വേണ്ടിയാണ് വഴിയൊരുക്കുന്നത് എന്നവർ ആലോചിക്കണം. ഇന്ത്യ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കിയതിനു ശേഷം ഈ രാജ്യത്തുള്ള പട്ടികജാതി, പട്ടിക വിഭാഗ, ദലിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളെ അടിമകളാക്കിയിട്ടുള്ള ഒരു ഇന്ത്യ, അങ്ങനെയുള്ള ഒരു ഇന്ത്യ ലോകത്ത് എന്തായിരിക്കും അതിൻ്റെ സ്ഥാനം എന്ന് ഇന്ന് മൗനം പാലിക്കുന്നവർ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഫാഷിസം മുസ്ലിങ്ങളെ മാത്രമല്ല വംശഹത്യക്ക് വിധേയമാക്കുന്നത്, ക്രിസ്ത്യാനികളെ മാത്രമല്ല വംശഹത്യക്ക് വിധേയമാക്കാൻ പോകുന്നത്, ദലിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളെ മാത്രമല്ല അടിമകളാക്കാൻ പോകുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തെ കൂടി കൊണ്ടുപോകാനാണ് ഫാഷിസം അതിൻ്റെ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർ ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്ന മുസ്ലിം വെറുപ്പിൻ്റെ പൊതുബോധ നിർമ്മിതിയിലും സാമൂഹിക സംഘാടനത്തിലും വീണുപോവുകയും അതേ ഭയം കാത്തു സൂക്ഷിച്ച് തങ്ങളുടെ അധികാരത്തെയും അതേപോലെ തന്നെ തങ്ങളുടെ റീച്ചും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും ചാനലുകളും മീഡിയകളും ഒക്കെ മൗനം പാലിക്കുമ്പോൾ അവർ ഓർക്കണം,
അവരെയും കൊണ്ട് ഫാഷിസം പോവുകയുള്ളൂ എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭയപ്പെടേണ്ടത് ഫാഷിസത്തെക്കാളും മതനിരപേക്ഷ ഇന്ത്യയിലെ മൗനമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മൗനം ഭേദിച്ച് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വർഗീയ ഫാഷിസത്തിനെതിരായ സാഹോദര്യത്തിൻ്റെ സ്നേഹച്ചരടുകളിൽ വൈവിധ്യത്തിൻ്റെ മഴവിൽ ദേശീയതയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് വെറുപ്പിൻ്റെ പൊതുബോധ നിർമ്മിതിയെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രസരണത്തിലൂടെ സമർത്ഥമായി പ്രതിരോധിച്ചുകൊണ്ട് നാം സ്വപ്നം കാണുന്ന മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്നതിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുന്നതിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും അമിത്ഷായും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ യോഗി ആദിത്യനാഥും അവരൊരിക്കലും വിചാരിക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു JCBയുടെ മുമ്പിൽ അടിയറ വെക്കുന്നതല്ല ഈ വിപ്ലവ പോരാട്ടം. തീർച്ചയായിട്ടും ഇത്രയധികം വംശഹത്യക്ക് വിധേയമായിട്ടും ഇപ്പോഴും ആർജവത്തോടെ ഉറച്ചു നിന്ന് അതിൻ്റെ മുമ്പിൽ പ്രതിരോധം തീർക്കാൻ ഇപ്പോഴും ഈ സമുദായങ്ങൾക്ക്, ഈ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആർജവമുള്ള ഒരു ശക്തിയുണ്ട് എന്നോർക്കണം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് മാറുവിരിച്ച് കാണിച്ചു കൊടുത്തവരുടെ പിന്മുറക്കാരുടെ ഈ പോരാട്ടത്തെ, ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർക്ക് തോൽപ്പിക്കാനാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.